എൻ്റെ പൊന്നു മോളെ ഈ മാമനോട് ക്ഷമിക്കുക. നിന്നെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ നിന്നെ സങ്കടപ്പെടുത്താനോ വേണ്ടി പറയുന്നതല്ല ഇത്. കിട്ടില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. കിട്ടില്ല മക്കളെ, കിട്ടില്ല. കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ കിട്ടൂല, സങ്കടപ്പെടരുത്, കിട്ടത്തില്ല. നീ ആര് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടൂല. എന്താന്നല്ലേ കണ്ടു നോക്ക്. 3 വയസ്സായ പൊന്നുമോൾക്ക് വീടൊരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞു ആര്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ വീട് കിട്ടുമെന്ന്? ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനല്ല, അങ്ങ് തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പോലും ആ കുഞ്ഞുമോക്ക് വീട് കിട്ടൂല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വീട് കിട്ടൂല. പക്ഷെ മോളെ, എൻ്റെ പൊന്നുമോളെ, നീ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐയുടെ ലോക്കൽ സെക്രട്ടറിയോടാണ് നിന്റെ ഈ വീടിൻ്റെ അഭ്യർത്ഥന ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് കിട്ടും. കാരണം വയനാട്ടിൽ മരിച്ച പാവങ്ങളായവർക്ക് 20 കോടി പിരിച്ചു കൊടുത്ത് 100 വീട് വെച്ചു കൊടുത്ത ഡിവൈഎഫ്ഐ ആണ്. അതേപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. നിനക്ക് കിട്ടുമായിരിക്കും എന്നല്ല, കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരോട് അല്ലെങ്കിൽ എൻ്റെ സഖാക്കളോട് പറയുകയാണ്, ഈ കുഞ്ഞിന് ആ വീട് കിട്ടൂല എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം വയനാടിന് വേണ്ടി 300 കോടിയോളം പിരിച്ച് ആ പൈസ മുക്കിയവരാണ്. വയനാടിന് കല്ലിട്ടിട്ട് ഇന്നലെ 100 ദിവസം തികയാണ്. ഇന്നേ വരെ അവിടുത്തെ ഒരു നീക്ക് പോക്ക് പണി പോലും ചെയ്യാത്തവരാണ് ഈ പാവപ്പെട്ട കുഞ്ഞിന് വീട് കൊടുക്കുമെന്ന് പറയുന്നത്. മനസ്സിലായോ? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീട് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിന് അവർ വീട് കൊടുക്കുമെന്ന് പറയുന്നത്? അതും വി ഡി സതീശൻ. നമുക്കറിയില്ലേ വി ഡി സതീശനാ? പുനർജനി പദ്ധതിയിലൂടെ 30 സെക്കൻഡ് കൊണ്ട് 300 വീട് വെച്ചു കൊടുത്ത മനുഷ്യനാണ്. എവിടെ? സ്വന്തം മണ്ഡലത്തിൽ പറവൂരിൽ. പക്ഷെ ഇന്നേവരെ ആരും കണ്ടിട്ടില്ല ആ വീട്. സതീശനും കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ തെറി വിളിക്കാൻ വരണ്ട. നിങ്ങൾ പറയുന്ന ഇന്നേവരെ നിങ്ങൾ ഒരു കാര്യത്തിലും വാക്ക് പാലിച്ചിട്ടില്ല കോൺഗ്രസ്സുകാരെ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ 2018 പ്രളയത്തിൽ 1001 വീട് KPCC വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എവിടെ? ഒരു വീട് നിങ്ങൾ ആർക്കെങ്കിലും വെച്ചു കൊടുത്തായിട്ടൊന്ന് കാണിക്കും. വാഗ്ദാനങ്ങൾ കൊടുക്കാൻ ഇന്ന് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ്. നടപ്പിലാക്കാൻ ഇന്നേവരെ അവർക്കൊരു കാര്യവും കഴിഞ്ഞിട്ടുമില്ല. അത് നടപ്പിലാക്കിയില്ല. കാരണം പിരിക്കുന്ന പൈസ അവർ തന്നെ മുക്കി കൊണ്ടുപോകലാണ്. പിന്നെ എങ്ങനെയാണ് നടക്കുക? എൻ്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സഖാക്കളോട് പറയാനുള്ളത്, എന്തായാലും ഈ വീഡിയോ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുമോൾക്ക് ഡിവൈഎഫ്ഐയുടെ വക ഒരു വീടൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥനയാണ്. കാരണം ഈ കുഞ്ഞിന് കോൺഗ്രസ് പറഞ്ഞാലോ ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞാലോ ആ വീട് കിട്ടുമെന്ന് 100% ഉറപ്പില്ല. കാരണം കിട്ടത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ തെളിവുകൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ചിലർ വന്നിട്ട് എന്നെ തെറി വിളിക്കുമായിരിക്കും. പക്ഷെ അതല്ല, ഇതാണ് ഫാക്ട്, ഇതാണ് റിയൽ, ഇതാണ് സത്യം, അതാണ് പറയുന്നത്. ആ കുഞ്ഞിന് വീട് കിട്ടൂല. അതുകൊണ്ട് പറയാണ്, ഡിവൈഎഫ്ഐയുടെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനൊരു വീടൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറയുകയാണ്. കാരണം എൻ്റെ പ്രസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ശരിയാണ്.